എനിക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ ഷിയോ പോളിനോട് ഒരു സഹതാപമാണ് തോന്നുന്നത്. വേറൊന്നുണ്ടല്ലോ, അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഇതുവരെ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല പറഞ്ഞതെന്ന് മാത്രം, ആദ്യത്തെ ചെയർമാനായി ഈ ഭരണസമിതിയുടെ കാലത്ത് അധികാരമേറ്റത് റിജി മാത്യു ആണ്. അതിനുശേഷം മാത്യു തോമസ് വന്നു. അവസാന ഘട്ടത്തിലാണ് എനിക്ക് ഈ അവസരം വന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് ആദ്യം ശ്രീമതി റീത്ത പോൾ വന്നു, പിന്നെ സിനി വന്നു. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അറിയാം 16 പേരുടെ പേര് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് പുള്ളി അത് ഒഴിവാക്കി. അങ്കമാലി പട്ടണത്തിലെ ജനങ്ങളുടെ മുൻപിൽ എനിക്ക് പറയാനുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് കാലങ്ങളായി UDF എന്നൊക്കെ അങ്കമാലി നഗരസഭയുടെ ഭരണസാന്നിധ്യം അവരിൽ നിക്ഷിപ്തമായിട്ടുണ്ടോ, ഒന്നുകിൽ ആളുകൾ കാലുമാറി അത് കുറച്ച് സമയത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ കൈ കൊടുക്കും. ആ സമയത്ത് അവർ ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ അങ്കമാലിയിൽ സാധ്യമാകുന്ന എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റോ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും പരിപാടികളും അത് നടപ്പിലാക്കുക എന്നത് ഒരു കൗൺസിലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് നടപ്പിലാക്കാൻ സർക്കാർ ശമ്പളം കൊടുത്ത് ജോലി ചെയ്യുന്ന, ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ കാര്യം നിർവഹിക്കും. കാരണം അത് സ്റ്റാറ്റ്യൂട്ടറി ഓർഡറാണത്. ആ ഓർഡർ നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നടപ്പിലാക്കിയത് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഒരു കഴിവാണെന്ന് പറയുന്നത് തന്നെ അവരുടെ ബലഹീനതയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പലപ്പോഴും ഈ സ്റ്റാറ്റ്യൂട്ടറി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. നിങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തകർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം താഴേന്ന് ഉള്ള കുറേ കണ്ടിജൻസി ജീവനക്കാരും അതുപോലെ തന്നെ ഹെൽത്തിലെ സ്റ്റാഫും റവന്യൂവിലെ സ്റ്റാഫും മറ്റു ആൾക്കാരും ഒക്കെപ്പാടെ കൂടി 1.5 മണിക്കൂർ നേരത്തേക്ക് ആരെങ്കിലുമൊക്കെ നാമപാത്രമായിട്ടുള്ള ആളുകൾ ഓഫീസിലിരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മുകളിലേക്ക് കയറി വരും. 10-45 പേരുണ്ടാവും. കൗൺസിലർമാർ 10-20 പേര് വരും. പിന്നെ ആരെങ്കിലും കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സംഘടനാ പ്രവർത്തനമോ കാര്യങ്ങളൊക്കെ നടത്തുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു 100 പേരിൽ താഴെയുള്ള പരിപാടികളല്ലാതെ ഏതെങ്കിലും പരിപാടി അങ്കമാലി മുനിസിപ്പൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണത്തിൻ്റെ പരിപാടി, റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ കുടുംബശ്രീയുടെ പരിപാടി, കുടുംബശ്രീ സഹോദരിമാർ എല്ലാവരും വരും. അതല്ലെങ്കിൽ ആശാവർക്കർമാരുടെ പരിപാടി, എല്ലാ അംഗനവാടി ടീച്ചർമാരും ആശാവർക്കർ ഹെൽപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ പാടെ കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 100, 150, 200 ആൾ, പിന്നെ മുനിസിപ്പൽ ജീവനക്കാർ നേരത്തെ പറഞ്ഞ ഗണത്തിലുള്ള ആളുകളൊക്കെ പാടെ കൂടി വരും. ഒരു 10-200 പേര് കൂടി ഉള്ളൊരു പരിപാടിയല്ലാതെ ഇതുവരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു പരിപാടി അങ്കമാലി മുനിസിപ്പൽ ഹാളിൽ വെച്ച് ഇതുവരെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് മാറി മാറി വന്ന 3 ചെയർമാന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പദ്ധതികളൊക്കെ ഈ കൗൺസിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളല്ല. സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളിൽ അതാത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തേണ്ട കാര്യങ്ങൾ അവർ തീരുമാനിക്കുകയും സ്റ്റാറ്റ്യൂട്ടറി ലെവലിൽ അത് ചെയർമാനെയും സെക്രട്ടറി അറിയിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അതല്ലാതെ നടക്കുന്ന പരിപാടികളെന്ന് പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലമായി ഓരോ വാർഡിനും 6 മുതൽ 10 ലക്ഷം രൂപ വരെ ചില തൻ്റെ ഇടവും എടുക്കും കാര്യങ്ങളൊക്കെ ഉള്ള മെമ്പർമാർ അല്ലെങ്കിൽ ചെയർമാന്മാർ അല്ലെങ്കിൽ വൈസ് ചെയർമാനായിട്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തിയുള്ള ആളുകൾ അവരൊക്കെ 15-20 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നടത്തിയിട്ടുണ്ടാവും. ഏതാണ്ട് 8 കോടി രൂപയിലധികം നീക്കിയിരിപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഭൂമിയുടെ പർച്ചേസിങ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതാണ്ട് 2 ജില്ലാൻ കോടി രൂപ ചിലവാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ചെയർമാനെ കൊണ്ട് ഈ പത്രസമ്മേളനം നടത്താനായിട്ട് കാരണമായത്. അതല്ലെങ്കിൽ ചെയർമാൻ ഇത്രയും ധൈര്യപ്പെട്ടൊരു പത്രസമ്മേളനം വിളിക്കില്ല. കാരണം എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്കമാലിയിലെ ജനത മനസ്സിലാക്കിയെന്ന് ചെയർമാനും ഭരണപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അവരെ നയിക്കുന്ന ലീഡർഷിപ്പിനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തി ഇങ്ങനെ നടത്തിയിട്ടില്ല. സ്ഥലം മേടിച്ചതിൻ്റെ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും ചെയർമാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞോ? ഇല്ല. സ്ഥലം മേടിച്ചതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. കാരണം
MCFിനോട് ചേർന്നുള്ള സ്ഥലം, ഒരു തരി പോലും വഴിയില്ലാത്ത മുട്ടിനോളം വെള്ളമുള്ള സ്ഥലമാണ് 1.25 ലക്ഷം രൂപ വില വെച്ച് വാങ്ങിയത്. അതുപോലെ തന്നെ അതിൻ്റെ വലതുവശത്ത് അതും MCFിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം, അതും 2 ലക്ഷം രൂപ വില വെച്ചാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ MCF വികസിപ്പിക്കണം, അവിടെ മാലിന്യ സംസ്കരണം നന്നായി നടക്കണം, അവിടെ നല്ല എല്ലാ നഗരസഭകളിലും നടക്കണം. അതിനുള്ള പരിപാടികളൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, അത് കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ അതിന് തന്നെ വേണ്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ മാലിന്യ കൂമ്പാരത്തിൽ ഒതുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ പാടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യം ഏറ്റവും കൂടുതൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. കായികമായ വിനോദത്തിന് വേണ്ടി കായികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അടുത്ത സ്ഥലം, വേറൊരു സ്ഥലം അവിടെ വാങ്ങിയിട്ടുള്ളത് എന്നാണ് ചെയർമാൻ പറയുന്നത്. മാലിന്യ സംസ്കരണവും ആരോഗ്യ പരിപാലനവും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എനിക്ക് അതിൻ്റെ വിരോധാഭാസം മനസ്സിലാവണില്ല. MCFിനോട് ചേർന്ന് തന്നെ വേണോ നമുക്ക് ആ പിള്ളേർക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള സ്ഥലം? കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്തും ഇടതുപക്ഷ കൗൺസിലിൻ്റെ സമയത്തും അതിൻ്റെ അതൊരു ചെറിയ വിരോധാഭാസം ഉണ്ടായിട്ടുണ്ട്. ഞാനതിനില്ലാതെ നിഷേധിക്കുന്നില്ല. കാരണം അവിടെയാണ് ടർഫ് കോർട്ട് ആദ്യമേ തുടങ്ങാനായിട്ട് വേറെ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് MCFിൻ്റെ ഇത്രയും വലിയ വിപുലീകരണം ആ പ്രദേശത്ത് സാധ്യമാകുകയില്ല എന്ന തോന്നലോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയത്. അത് വീണ്ടും 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 ആ ഒരു ഈ കൗൺസിലിന് എല്ലാ കാര്യങ്ങളും 100% നന്നായി പൂർത്തീകരിച്ച് എല്ലാം തികഞ്ഞ് പൂർത്തീകരിച്ച് കടന്നു പോകാൻ പോകുന്ന ഒരു കൗൺസിലും ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പോരായ്മ ഈ കൗൺസിലിന് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൗൺസിൽ വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരുത്തണം. അതിന് പകരം വീണ്ടും 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 നമ്മൾ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അങ്കമാലിയിലെ ജനങ്ങൾക്ക് ഇതുവരെ ആ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു അന്ധമായ ഒരു രാഷ്ട്രീയം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയധികം 15 പേര് UDFിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ 2 പേര് UDFിൻ്റെ കൂടെ കൂടി UDFിന് എതിരായി മത്സരിച്ച് ജയിച്ച 2 പേര്, 17 പേരെ നിർത്തി തുടങ്ങിയ ഭരണം 17 പേരിലും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പര്യവസാനിപ്പിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാന്മാരോട് ചോദിക്കാം. ചെയർമാൻ എന്ന് ചോദിക്കുന്നതിലൊരു ഭംഗിയുണ്ട്. കാരണം ഇപ്പോഴത്തെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ് 3 പേരുണ്ടായെന്ന്. നിങ്ങൾ 2020 ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ പുതിയതായി എന്ത് പദ്ധതിയാണ് അങ്കമാലി നഗരസഭയുടേതായി അങ്കമാലി നഗരസഭാ പ്രദേശത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്? നിങ്ങൾ പറയണം ജനങ്ങളോട്. ഞങ്ങൾ സമ്മതിക്കാം. എന്ത് പരിപാടി? ഗവൺമെൻറ് ആശുപത്രിയിലെ പരിപാടി അങ്കമാലി നഗരസഭയുടെ പരിപാടിയല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് നമ്മുടെ ക്രെഡിറ്റ് അല്ല, നമ്മുടെ പ്രൊജക്റ്റും അല്ല. 2013-14 കാലഘട്ടങ്ങളിൽ 2 ലക്ഷം രൂപ കൊടുത്ത് അങ്കമാലി ഗവൺമെൻറ് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അന്നേ തയ്യാറാക്കിയിട്ടുണ്ട്. DPR അന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഭരണസമിതിയിലുള്ള പടലപ്പിണക്കം, രാഷ്ട്രീയ ഗ്രൂപ്പ്, അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകൾ, അതിൽ സ്ഥലം വാങ്ങിക്കൽ വലിയൊരു സാമ്പത്തിക അഴിമതി കൂടി അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എളിയവരായ ഇടതുപക്ഷ ജനാധിപത്യ കൗൺസിലർമാർക്കുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമതായി ഏലിയാസ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. ആത്മസമീപനത്തോട് കൂടിയിട്ടുള്ളൊരു ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതായത് പ്രകോപനമില്ല, ഒരു വഴക്കില്ല, അട്ടഹാസമില്ല, കാര്യങ്ങളില്ല. എന്തൊക്കെ 2020-25 കാലഘട്ടങ്ങളിൽ അങ്കമാലി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ജനങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ശരി, ഏതെങ്കിലും വികസന പ്രവർത്തനത്തിന് LDF കൗൺസിലർമാർ ഇന്ന കാര്യങ്ങൾക്ക് എതിരായിരുന്നു, പറയട്ടെ, ഞങ്ങൾ ജനങ്ങളോട് സമാധാനം പറഞ്ഞോളാം. ഇല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഈ 5 കൊല്ലം കൊണ്ട് 17 3 ചെയർമാൻ 2 വൈസ് ചെയർമാൻ അടക്കമുള്ള നിരവധി സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം ഒരു ചെയർമാൻ ഇരുന്നു,
ആ ചെയർമാനെ വലിക്കാനായിട്ടാണ് അടുത്ത ചെയർമാനാകാനായിട്ടുള്ള ആളുടെ പണി. അതാണ് ഇവിടെ നടന്നത്. അത് കഴിഞ്ഞ് ഒരു കൊല്ലവും കൂടി വേറെ ആൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആളും അവസാനം വരാൻ പോണ ആളും കൂടി നടുക്കിലുള്ള ആളെ വലിച്ചു. അവസാനം വന്നു കഴിഞ്ഞ അവസാനത്തെ സമയം 2 ചെയർമാന്മാർ അങ്കമാലി നഗരസഭയിലേക്ക് വരാറേ ഇല്ല. കൗൺസിൽ യോഗത്തിന് വരും, തിരിച്ചു പോകും. അപ്പോൾ ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏലിയാസ് പറഞ്ഞെടുത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു. ഒരു ന്യായമായ സംവാദത്തിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ്. UDF ഭാഗത്ത് ഇപ്പോഴും 16-17 പേരോളം ഉണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് 10 തന്നെയുള്ളൂ. ഞങ്ങൾ തയ്യാറാണ്. അവരിരുന്നോട്ടെ. ഇതിൻ്റെ രേഖകൾ സഹിതം നമുക്കൊരു സംവാദത്തിനിരിക്കാം. അങ്കമാലിയിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. അപ്പം ഈ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും അങ്കമാലിയിൽ ഒരു അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നാട്ടിൽ നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. 52 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു വലിയൊരു പോരായ്മ 25 കോടി രൂപയോളം വില വരുന്ന സ്ഥലമാണ്. ഇതുവരെ നമുക്കത് നമ്മുടേതാക്കി മാറ്റി 1 രൂപയുടെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. അതൊക്കെ അങ്കമാലിയുടെ ആവശ്യമാണ്. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് അത് അങ്കമാലി നഗരസഭയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും പേപ്പർ വർക്കുകളിൽ അപാകതയുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടുള്ള സമയം ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. അതല്ലാതെ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച് പോകാനായിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു. നിർത്തുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം നികുതി പിരിവുമായി ബന്ധപ്പെട്ട് എന്ത് പുരോഗതി ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്? എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 1 വർഷക്കാലം 2 ചില്ലാൻ കോടി രൂപ നികുതി പണം ഒരു വർഷം ലഭിക്കേണ്ടത് എന്ത് പണം നമുക്ക് അങ്കമാലി നഗരസഭയ്ക്ക് ലഭിക്കാൻ സാധിച്ചു? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 ചെയർമാന്മാരും ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം അങ്കമാലിയിൽ നടത്തിയ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ചെയർമാനോട് ഞാൻ പറയുകയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? ഈ നികുതി പണം കിട്ടിയാൽ അങ്കമാലിയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുമായിരുന്നു? അങ്കമാലിയിൽ 52 സെൻറ്റ് സ്ഥലത്തോളം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് കിട്ടിയ സ്ഥലം സ്വന്തമായി കൈവശപ്പെടുത്തി അവിടെ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ബഡ്ജറ്റിൽ 2022-23 ബഡ്ജറ്റിൽ 20 കോടി രൂപയിൽ താഴെ വില വരുന്ന ഒരു ടൗൺ ഹാൾ സമുച്ചയം മേടിച്ച ചിത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുവാൻ പിന്നീടുള്ള കാലഘട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ 3 ചെയർമാന്മാർ മാറി മാറി ഭരണം നടത്തി എന്നല്ലാതെ അവസാനം കാലഘട്ടത്തിലെത്തിയപ്പോൾ 50 സെൻറ്റ് വഴിയില്ലാത്ത ഒരു കുഴിക്കണ്ടം മേടിച്ചുകൊണ്ട് അത് അങ്കമാലി നഗരസഭയ്ക്ക് വലിയ നേട്ടമായി എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ മാതിരി തന്നെ ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ചെയർമാൻ ഉൾപ്പെടെ വന്ന് അവർ നടത്തിയ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് അങ്കമാലി നഗരസഭയ്ക്ക് നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ആ സംവാദത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എനിക്ക് മുമ്പ് സംസാരിച്ച മുൻ ചെയർമാൻ ശ്രീ ബെന്നി മൂഞ്ഞേലിയും LDF പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ ഏലിയാസും ശ്രീ മാർട്ടിൻ മുണ്ടാണനും മിക്കവാറും കാര്യങ്ങൾ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ബെന്നി മൂഞ്ഞേലി നേരത്തെ സൂചിപ്പിച്ചു. അങ്കമാലി നഗരസഭയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം ഇവിടെ നടന്നതൊക്കെ സ്ഥാനങ്ങൾ വിഭജിച്ച് നൽകുക എന്നല്ലാണ്ട് ഒന്നും നടക്കാത്ത സാഹചര്യമാണ്. വളരെ സത്യമാണ്. ജനങ്ങൾ 15 സീറ്റ് മാത്രമാണ് UDF കൊടുത്തത്. 2 സ്വതന്ത്രരും പിടിച്ച് ഭരണം ആരംഭിച്ചു. ഭരണം ആരംഭിച്ചതിന് ശേഷം 2 വർഷക്കാലം ശ്രീ റെജി മാത്യു ആയി, 2 വർഷക്കാലം ശ്രീ മാത്യു തോമസ് ആയി, ലാസ്റ്റ് 1 വർഷം ഷിയോ പോളിന് വീതം വെച്ച് നൽകിയതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോൾ ഇന്നലത്തെ ചെയർമാൻ്റെ പത്രസമ്മേളനം നിങ്ങളൊക്കെ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. 3 ഉൾപ്പെടെ ഒരു വിഭാഗം എതിരായിരുന്നു. ശ്രീ ഷിയോ പോൾ ഉൾപ്പെടെ ഒരു വിഭാഗം എതിരായിരുന്നു. മാത്യു തോമസ് ഭരിച്ചപ്പോഴും മറ്റ് വിഭാഗങ്ങളെതിരായതിനൊരു മാത്യൂസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ശ്രീ റെജി മാത്യുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഷിയോ പോൾ മത്സരിച്ചപ്പോഴും ഷിയോ പോൾ ചെയർമാനായപ്പോഴും ഈ പറഞ്ഞ മറ്റ് വിഭാഗങ്ങൾ ഒന്നും ഷിയോ പോൾ ചെയ്യാൻ സമ്മതിക്കുന്നതാണ് വളരെ സത്യമായ കാര്യമാണ്. അത് നമ്മൾ ജനങ്ങൾ അങ്കമാലിക്കാരെ അനുഭവിക്കേണ്ട ഒരു ഭവിഷ്യത്തായി മാറിയത്. ഈ 15 പേരെയും വെച്ചിട്ട് ഈ കളി 6 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഓരോ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരും മാറ്റി വെച്ചിട്ടുണ്ട്. 5 വർഷം കൊണ്ട്
5 വർഷം കൊണ്ട് എല്ലാവർക്കും ഈ 16 പേർക്കും 17 പേർക്കും ഈ പറഞ്ഞ സ്ഥാനം കൊടുത്തലാണ് നഗരസഭയിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് സ്വാഭാവികമാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കയറി ഒരു കുറച്ച് മാസം കൊണ്ട് ഇതിൻ്റെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാളുടെ കാലാവധി കഴിഞ്ഞു. അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് ശ്രീ ഏലിയാസ് സൂചിപ്പിച്ചു. അത് ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഫണ്ട് വിനിയോഗിച്ചെന്നല്ലാണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത ഫണ്ട് വിനിയോഗിച്ചത് നഗരസഭയ്ക്ക് സ്വന്തമായ പ്രൊജക്റ്റ് ഉണ്ടാക്കി ഒരു പരിപാടി നടപ്പാക്കാൻ നഗരസഭ സാധിച്ചില്ല. അത് വളരെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു ശാപമായിട്ട് മാറി. ഈ 15 പേരും വെച്ച് ഭരണം കൊടുത്തില്ല, പക്ഷേ ബാക്കി 2 പേരും പിടിച്ച് അവർ ഭരിച്ചു. പക്ഷേ അതൊക്കെ വളരെ ഭവിഷ്യത്തായി ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച കഴിഞ്ഞ 5 വർഷക്കാലം വന്നിട്ടുണ്ട്. ഇനിയും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് ഞങ്ങളുടെ പണി. നേരത്തെ ശ്രീ ഏലിയാസും ബെന്നി മുഞ്ഞേലും മാർട്ടിൻ സുജാരി നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ തയ്യാറാണ്. അവർ ഒരുമിച്ചൊരു പത്രസമ്മേളനം വരെ നടത്തി പോകാൻ അവർക്ക് സാധിക്കില്ല. മുൻ ചെയർമാന്മാർ ഉൾപ്പെടെ ഇന്നലെ നടത്തിയിൽ നിലവിൽ ചെയർമാൻ മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണ ചെയ്യുന്നത് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇന്നതെന്ന് ചെയ്തു ആ 3 ചെയർമാൻ ഇരുന്ന് പത്രസമ്മേളനം നടത്താൻ അവർക്ക് പറ്റില്ല. അപ്പം ഞങ്ങൾ LDFൻ്റെ എല്ലാ കൗൺസിൽസും എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. അത് ന്യായമായ വികസന പ്രവർത്തനങ്ങൾ അങ്കമാലിക്കാർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഏത് വികസനം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതിക്ക് ഞങ്ങൾ നിയമപരമല്ലാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഉഡായിപ്പ് പണികൾ എന്ന് പറയുമ്പോൾ നാടൻ ഭാഷയിൽ അത് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. പക്ഷേ ന്യായമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ കൂടെ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആണ് അങ്കമാലി നിലവിലുള്ള സ്ഥിതി. അതിഗുരുതരമായിട്ടുള്ള വീഴ്ച നിലവിലുള്ള ഭരണസമിതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വീഴ്ച വന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. വീഴ്ച മനഃപൂർവ്വമാണ്, അല്ല അറിയാതെ പറ്റിയതല്ല, മനഃപൂർവ്വമായ വീഴ്ചകളാണ്. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ജനങ്ങളെ ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാറ്.